നമസ്കാരം. കേരളത്തിലെ 140 മണ്ഡലങ്ങളിലെ വികസന പ്രവർത്തനങ്ങളെ പരിചയപ്പെടുത്തുന്ന വികസന വീതിയിൽ വിജയ കേരളം എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. ഈ എപ്പിസോഡിൽ മലപ്പുറം ജില്ലയിലെ പൊന്നാനി, കോഴിക്കോട് ജില്ലയിലെ ഏലത്തൂർ എന്നീ മണ്ഡലങ്ങളിലെ വികസന പ്രവർത്തനങ്ങൾ പരിചയപ്പെടാം. ചരിത്രവും വർത്തമാനവും ഇഴകിച്ചേർന്ന് കിടക്കുന്ന മലപ്പുറം ജില്ലയുടെ തീരദേശ നിയോജക മണ്ഡലമായ പൊന്നാനി. ഒരു കാലത്ത് മലബാറിന്റെ പ്രധാന തുറമുഖ നഗരമായിരുന്നു പൊന്നാനി. ഇന്ന് വികസനത്തിന്റെ പുതിയ തീരങ്ങൾ തേടുകയാണ്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി സംസ്ഥാന സർക്കാരും വിവിധ ഏജൻസികളും ചേർന്ന് പൊന്നാനി നിയോജക മണ്ഡലത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നതുമായ വികസന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? അവ ഈ നാടിന്റെ മുഖച്ഛായ എങ്ങനെ മാറ്റിയെഴുതുന്നു? നമുക്ക് വിശദമായി പരിശോധിക്കാം. ഒരു നാടിന്റെ വികസനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് മികച്ച ഗതാഗത സൗകര്യങ്ങൾ. പൊന്നാനിയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു നിർണായക വിഷയമാണ്. വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ യാഥാർത്ഥ്യമാകുന്ന പല പദ്ധതികളും പൊന്നാനിയുടെ ഗതാഗത ഭൂപടത്തെ മാറ്റിവരയ്ക്കുകയാണ്. ഇതിൽ ഏറ്റവും പ്രധാനം പൊന്നാനി ഹാർബറിനെയും പടിഞ്ഞാറക്കരയെയും ബന്ധിപ്പിക്കുന്ന പാലമാണ്. റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഓഫ് കേരള ലിമിറ്റഡിന്റെ നേതൃത്വത്തിൽ ഏകദേശം 280 കോടി രൂപ മുതൽ മുടക്കിൽ നിർമ്മിക്കുന്ന ഈ പാലം പൊന്നാനിയുടെ മാത്രമല്ല, മലപ്പുറം, തൃശൂർ ജില്ലകളുടെ തീരദേശ മേഖലയുടെ ആകെ വികസനത്തിന് കുതിപ്പേകും. ടൂറിസം സാധ്യതകൾ വർദ്ധിപ്പിക്കാനും മത്സ്യബന്ധന മേഖലയ്ക്ക് സഹായമാകാനും ഈ പാലം ഉപകരിക്കും. ഇതൊരു സ്വപ്ന പദ്ധതിയാണ്, യാഥാർത്ഥ്യത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന ഒന്ന്. അതുപോലെ മറ്റൊരു പാലമാണ് പൊന്നാനി തവനൂർ നിയോജക മണ്ഡലങ്ങളെ ബന്ധിപ്പിക്കുന്ന ഒളമ്പക്കടവ് പാലം. ഏകദേശം 44 കോടിയിലധികം രൂപയുടെ ഈ പദ്ധതി കേരള റോഡ് ഫണ്ട് ബോർഡാണ് നടപ്പിലാക്കുന്നത്. ഭാരതപ്പുഴയ്ക്ക് കുറുകെയുള്ള ഈ പാലം യാഥാർത്ഥ്യമാകുന്നതോടെ ഈ മേഖലയിലെ ജനങ്ങളുടെ യാത്രാ ദുരിതത്തിന് വലിയൊരളവിൽ പരിഹാരമാകും. മറ്റൊന്ന് പൊന്നാനിയിലെ കനോലി കനാലിന് കുറുകെ പൊന്നാനി പോർട്ടിനെയും ചമ്രവട്ടം റെഗുലേറ്ററിനെയും ബന്ധിപ്പിക്കുന്ന കർമ്മപാലങ്ങളാണ്. ഏകദേശം 41 കോടി രൂപയുടെ ഈ പദ്ധതിയും KRFBയുടെ കീഴിലാണ് പുരോഗമിക്കുന്നത്. ഉൾനാടൻ ജലഗതാഗതത്തിനും പ്രാദേശിക യാത്രകൾക്കും ഇത് ഏറെ ഗുണം ചെയ്യും. മലപ്പുറം ജില്ലയിലെ തന്നെ ഏഴാപ്പുഴയ്ക്ക് കുറുകെയുള്ള പൂക്കൈതക്കടവ് പാലവും ഏകദേശം 19 കോടി ഗതാഗത രംഗത്തെ മറ്റൊരു മുതൽക്കൂട്ട് ആവുകയാണ്. ഈ പാലങ്ങളെല്ലാം പൂർത്തിയാകുന്നതോടെ പൊന്നാനിയും സമീപ പ്രദേശങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമാകും, സാമ്പത്തിക വളർച്ചയ്ക്ക് വഴിയൊരുക്കും. ഗതാഗത സൗകര്യങ്ങൾ പോലെ തന്നെ പ്രധാനമാണ് ഒരു നാടിന്റെ ആരോഗ്യരംഗത്തെ മുന്നേറ്റം. പൊന്നാനി താലൂക്ക് ആശുപത്രിയുടെ വികസനത്തിനായി കിറ്റ്കോയുടെ മേൽനോട്ടത്തിൽ ഏകദേശം 12 കോടിയോളം രൂപയുടെ പദ്ധതി നടപ്പിലാക്കുന്നു എന്നത് ഈ രംഗത്തെ ഒരു വലിയ കാൽവെപ്പാണ്. മികച്ച ചികിത്സാ സൗകര്യങ്ങൾ താലൂക്ക് തലത്തിൽ തന്നെ ലഭ്യമാകുക എന്നതാണ് ലക്ഷ്യം. അതോടൊപ്പം സംസ്ഥാന വ്യാപകമായി നടപ്പിലാക്കുന്ന ഡയാലിസിസ് സെന്ററുകൾ സ്ഥാപിക്കുന്ന പദ്ധതിയുടെ ഗുണഫലം പൊന്നാനിയിലെയും സമീപ പ്രദേശങ്ങളിലെയും വൃക്ക രോഗികൾക്ക് വലിയ ആശ്വാസമാകും. കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ ലിമിറ്റഡ് വഴി നടപ്പിലാക്കുന്ന ഈ ബൃഹത്തായ പദ്ധതി സംസ്ഥാന തലത്തിൽ ഏകദേശം 51 കോടി രൂപ സാധാരണക്കാർക്ക് കുറഞ്ഞ ചെലവിൽ ഡയാലിസിസ് ചെയ്യാനുള്ള അവസരമൊരുക്കുന്നു. കോവിഡ് പോലുള്ള പകർച്ചവ്യാധികളെ നേരിടാൻ സംസ്ഥാനത്തെ 140 നിയോജക മണ്ഡലങ്ങളിലും 10 കിടക്കകളുള്ള ഐസൊലേഷൻ വാർഡുകൾ നിർമ്മിക്കുന്ന പദ്ധതിയും ഏകദേശം 236 കോടി രൂപയുടെ സംസ്ഥാനതല പദ്ധതി ആരോഗ്യരംഗത്തെ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ നിർണായകമാണ്. ഇതിന്റെ പ്രയോജനം പൊന്നാനിക്കും ലഭിക്കും. ഇനി നമുക്ക് വിദ്യാഭ്യാസ മേഖലയിലേക്ക് വരാം. നാളത്തെ തലമുറയെ വാർത്തെടുക്കുന്നതിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പങ്ക് വളരെ വലുതാണല്ലോ.
പൊന്നാനിയും സമീപ മണ്ഡലങ്ങളും ഉൾപ്പെടുന്ന മലപ്പുറം ജില്ലയിൽ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായും അല്ലാതെയും നിരവധി പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ വഴി നടപ്പിലാക്കുന്ന ഓരോ മണ്ഡലത്തിലും ഒരു സ്കൂൾ നവീകരണ പദ്ധതിയുടെ ഭാഗമായി മലപ്പുറം ജില്ലയിലെ സ്കൂളുകൾക്ക് ഫേസ് 1 ഏകദേശം 25 കോടി പുതുജീവൻ ലഭിച്ചു. കൂടാതെ മലപ്പുറം ജില്ലയിലെ വിവിധ സ്കൂളുകളെ ക്ലസ്റ്ററുകളായി തിരിച്ച് ഉദാഹരണത്തിന് ക്ലസ്റ്റർ 13 16 കോടി, ക്ലസ്റ്റർ 3 23 കോടി, ക്ലസ്റ്റർ 27 13 കോടി, മലപ്പുറം ക്ലസ്റ്റർ ഫേസ് 2 24 കോടി, കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ, കൈറ്റ് തുടങ്ങിയ ഏജൻസികൾ വഴി അടിസ്ഥാന സൗകര്യ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നു. ഇവയെല്ലാം മണ്ഡലത്തിലെ കുട്ടികൾക്ക് മികച്ച പഠനാന്തരീക്ഷം ഒരുക്കാൻ സഹായിക്കുന്നു. വിദ്യാഭ്യാസ രംഗത്തും ശ്രദ്ധേയമായ മുന്നേറ്റമുണ്ട്. തവനൂർ ഗവൺമെന്റ് കോളേജിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി കൈറ്റ് വഴി ഏകദേശം 10 കോടി രൂപയുടെ പദ്ധതി നടപ്പിലാക്കിയത് പൊന്നാനിയുടെ അയൽപക്കത്തുള്ള ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനത്തിന് മുതൽക്കൂട്ടാണ്. പൊന്നാനി ഒരു തീരദേശ മണ്ഡലമാണ്. അതുകൊണ്ട് തന്നെ മത്സ്യബന്ധന മേഖലയുടെ വികസനം ഇവിടുത്തെ ജനങ്ങളുടെ ജീവിതത്തിൽ നേരിട്ട് സ്വാധീനം ചെലുത്തുന്ന ഒന്നാണ്. ഫിഷറീസ് വകുപ്പിന് കീഴിൽ കേരള സ്റ്റേറ്റ് കോസ്റ്റൽ ഏരിയ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് വഴി മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ വിദ്യാഭ്യാസ അടിസ്ഥാന സൗകര്യങ്ങൾക്കായി ഫേസ് 2 ഏകദേശം 5.6 കോടി പദ്ധതി നടപ്പിലാക്കുന്നു. കൂടാതെ സംസ്ഥാനത്തെ 7 തീരദേശ ജില്ലകളുടെ മത്സ്യവിപണന സൗകര്യങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനുള്ള പദ്ധതിയും ഏകദേശം 20 കോടി ഈ മേഖലയ്ക്ക് ഊർജം പകരും. ഇവയെല്ലാം പൊന്നാനിയിലെ മത്സ്യത്തൊഴിലാളി സമൂഹത്തിന് പ്രയോജനകരമാകും. കുടിവെള്ളം ഒരു അടിസ്ഥാന ആവശ്യമാണ്. പൊന്നാനിയിലും സമീപ പഞ്ചായത്തുകളിലും സമഗ്ര ശുദ്ധജല വിതരണ പദ്ധതി കേരള വാട്ടർ അതോറിറ്റി നടപ്പിലാക്കുന്നുണ്ട്. ഏകദേശം 74 കോടി രൂപയുടെ ഈ പദ്ധതി പ്രദേശത്തെ കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണാൻ ലക്ഷ്യമിടുന്നു. ഇതിന്റെ 2ാം ഘട്ട പദ്ധതിയും പരിഗണനയിലുണ്ട് എന്നത് ഏറെ പ്രതീക്ഷ നൽകുന്ന കാര്യമാണ്. എല്ലാ വീടുകളിലും ശുദ്ധമായ കുടിവെള്ളം എത്തിക്കുക എന്നത് സർക്കാരിന്റെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്നാണ്. കായിക രംഗത്തും പൊന്നാനിക്ക് അഭിമാനിക്കാൻ വകയുണ്ട്. സ്പോർട്സ് കേരള ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ പൊന്നാനി നിളാതീരത്ത് ഇൻഡോർ സ്റ്റേഡിയവും അക്വാട്ടിക് കോംപ്ലക്സും നിർമ്മിക്കുന്നതിനുള്ള പദ്ധതി ഏകദേശം 18 കോടി രൂപ പുരോഗമിക്കുന്നു. ഇത് പൂർത്തിയാകുന്നതോടെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്കുള്ള പരിശീലന സൗകര്യങ്ങൾ പൊന്നാനിയിലെ കായിക താരങ്ങൾക്ക് ലഭിക്കും. യുവതലമുറയെ കായിക രംഗത്തേക്ക് ആകർഷിക്കാനും ആരോഗ്യകരമായ ഒരു സമൂഹം വാർത്തെടുക്കാനും ഇത് സഹായിക്കും. ഈ പദ്ധതിയുടെ തുടർച്ചയായി വികസനവും പരിഗണനയിലുണ്ട്. സാമൂഹിക നീതി ഉറപ്പാക്കുന്നതിനും പിന്നോക്ക വിഭാഗങ്ങളുടെ ഉന്നമനത്തിലും സർക്കാർ ശ്രദ്ധ ചെലുത്തുന്നു. പട്ടികജാതി വികസന വകുപ്പിന് കീഴിൽ കേരള സ്റ്റേറ്റ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ ലിമിറ്റഡ് വഴി നടപ്പിലാക്കുന്ന പദ്ധതിയുടെ ഭാഗമായി പൊന്നാനിയിലെ ITI കെട്ടിട നിർമ്മാണവും ഉൾപ്പെടുന്നു.
സംസ്ഥാന തലത്തിൽ വിവിധ പ്രൊജക്ടുകളിലായി ഏകദേശം 2 കോടിയിലധികം. ഇത് സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് കൂടുതൽ അവസരങ്ങൾ സൃഷ്ടിക്കും. അതുപോലെ പ്രാദേശിക സർക്കാരുകളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിന്റെ ഭാഗമായി കിഫ്ബി സഹായത്തോടെ പൊന്നാനി മുനിസിപ്പാലിറ്റിയിൽ ആധുനിക ഗ്യാസ് ശ്മശാനം സ്ഥാപിക്കാനുള്ള പദ്ധതിയും ഇൻവെസ്റ്റ്മെന്റ് ഇൻ മുനിസിപ്പൽ ആൻഡ് പഞ്ചായത്ത് അസറ്റ് ക്രിയേഷൻ ഫോർ ട്രാൻസ്ഫോർമേഷൻ കേരള ലിമിറ്റഡ് വഴി പരിഗണനയിലുണ്ട്. ഇത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക എന്നത് വികസനത്തിന്റെ മറ്റൊരു പ്രധാന ഘടകമാണ്. വർക്ക് നിയർ ഹോം എന്ന ആശയം പ്രോത്സാഹിപ്പിക്കുന്നതിനായി കേരള ഡെവലപ്മെന്റ് ആൻഡ് ഇന്നോവേഷൻ സ്ട്രാറ്റജിക് കൗൺസിൽ ആവിഷ്കരിച്ച ഡെവലപ്പിംഗ് സ്കിൽ എക്കോസിസ്റ്റം ഫോർ വർക്ക് നിയർ ഹോം എന്ന പദ്ധതി ഏകദേശം 27.5 കോടി സംസ്ഥാനത്തൊട്ടാകെ നടപ്പിലാക്കുമ്പോൾ അതിൻ്റെ പ്രയോജനം പൊന്നാനിയിലെ യുവജനങ്ങൾക്കും ലഭിക്കും. പ്രാദേശികമായി നൈപുണ്യ വികസനത്തിനും തൊഴിൽ സാധ്യതകൾക്കും ഇത് വഴിയൊരുക്കും. കേരളത്തിൻ്റെ സാമ്പത്തിക വികസനത്തിൽ പ്രധാനപ്പെട്ട സംഭാവന നൽകിയിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് കിഫ്ബി. കേരളത്തെ സംബന്ധിച്ചിടത്തോളം സാമൂഹ്യമായ പുരോഗതി, പ്രത്യേകിച്ച് ആരോഗ്യ മേഖലയ്ക്കകത്തും വിദ്യാഭ്യാസ മേഖലയ്ക്കകത്തുള്ള പുരോഗതി 1957 വന്നിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ അധികാരത്തിൽ വന്ന സമയത്ത് നടത്തിയിട്ടുള്ള ഭൂപരിഷ്കരണമാണ് കേരളത്തിൻ്റെ വികസനത്തിന് അടിത്തറയിട്ടത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അതിനുശേഷം വന്ന ഓരോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റുകളും ഇത്തരം ഒരു കാഴ്ചപ്പാട് വെച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയുണ്ടായി. അതിൽ പ്രധാനപ്പെട്ട രൂപത്തിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ സോഷ്യൽ സെക്യൂരിറ്റീസ്, ഇവിടുത്തെ കാർഷിക മേഖലയ്ക്കകത്തുള്ള വികസനം തുടങ്ങിയിട്ടുള്ള മേഖലകളിൽ ഊന്നിക്കൊണ്ടാണ്, ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയ്ക്കകത്തുള്ള പൊതുവികസനം എല്ലാം ഊന്നിക്കൊണ്ടാണ് പ്രവർത്തിച്ചത്. കേരളത്തിൻ്റെ വളർച്ചയ്ക്ക് അതുമാത്രം പോരാ. നമുക്കറിയാം, ഈ വിദ്യാഭ്യാസ മേഖലയ്ക്കകത്തൊക്കെ വിദ്യാഭ്യാസം കിട്ടി പുറത്തു വന്ന കുട്ടികൾക്ക് തൊഴിലവസരം ഉണ്ടാകണം, രാജ്യത്തിൻ്റെ പൊതുവികസനത്തിന് ആവശ്യമായ രൂപത്തിൽ ഫണ്ടിൻ്റെ സ്വരൂപനം വേണം എന്നൊക്കെ കാഴ്ചപ്പാട് വരുമ്പോൾ ഈ പശ്ചാത്തല സൗകര്യത്തിൻ്റെ വികസനം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായി ഈ സംസ്ഥാന സർക്കാരിൻ്റെ മുന്നിൽ നിൽക്കുകയാണ്, ഗവൺമെൻറ് മുമ്പിൽ നിൽക്കുകയാണ്. അത് നമ്മുടെ സമൂഹത്തിൻ്റെ പ്രശ്നമായിട്ട് ഇന്ന് ഉയർന്നു വരികയാണ്. അതിനാവശ്യമായ ഫണ്ട് കണ്ടെത്തണം. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തിക നയം എന്നത് ഈ സംസ്ഥാന ഗവൺമെൻറ് ഞെരുക്കുന്ന നയമാണ്. ഇപ്പോൾ അത് കുറേ രൂക്ഷമായിട്ടുണ്ട്. ഇപ്പോൾ പ്രതികാര ബുദ്ധിയോട് കേന്ദ്ര ഗവൺമെൻറ് പ്രവർത്തിക്കുന്നുണ്ട്. ശരി, ഇത്തരം ഒരു പ്രയാസം, സ്വന്തമായിട്ട് ഫണ്ട് കണ്ടെത്താനുള്ള പ്രയാസത്തിൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് കിഫ്ബിക്ക് രൂപം നൽകാൻ വേണ്ടി തീരുമാനമെടുത്തത്. അതിനാവശ്യമായ നിയമ നടപടികളൊക്കെ ആയിട്ട് മുന്നോട്ട് പോയത്. കിഫ്ബിക്ക് ആവശ്യമായ ഫണ്ട് സ്വരൂപിക്കേണ്ട ഏത് രൂപത്തിലാണ് എന്നതിനെ സംബന്ധിച്ചിടത്തോളം ചർച്ച ചെയ്തുകൊണ്ട് തീരുമാനമെടുക്കുകയുണ്ടായി. കിഫ്ബി രൂപം കൊണ്ടതിന് ശേഷം കേരളത്തിലെ പശ്ചാത്തല വികസന മേഖലയ്ക്കകത്ത് ഒരുപാട് ഫണ്ടുകൾ വിനിയോഗിച്ച് നമുക്കറിയാം. എല്ലാ മേഖലയ്ക്കകത്തും വിനിയോഗിച്ചിട്ടുണ്ട്. കേരളത്തിൻ്റെ റോഡുകളുടെ വികസനം, കേരളത്തിലെ തോടുകളുടെ വികസനം, നമ്മുടെ വിദ്യാഭ്യാസ മേഖലയ്ക്കകത്തുള്ള കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നതിന്, ആശുപത്രി കെട്ടിടം നിർമ്മിക്കുന്നതിന്, എല്ലാ മേഖലയ്ക്കകത്തും പശ്ചാത്തല സൗകര്യം ഒരുക്കുന്നതിനാവശ്യമായ തോതിലേക്കുള്ള നിക്ഷേപം കണ്ടെത്തിക്കൊണ്ട് വിനിയോഗിക്കുന്ന അനുഭവം നമ്മുടെ കേരളത്തിലുണ്ട്. ഇതുവരെ 80,000 കോടിയിലപ്പുറം രൂപയുടെ പ്രൊജക്റ്റുകൾ കിഫ്ബി തയ്യാറാക്കിക്കൊണ്ട് അത് പ്രവർത്തിച്ചതിൻ്റെ അനുഭവം നമ്മൾ മുമ്പ് 60,000 കോടി രൂപയുടെ പൂർത്തീകരിച്ച വർക്കുകളും ഓൺഗോയിങ് വർക്കും ഉണ്ട്. നമുക്കറിയാം, തീരദേശ റോഡായാലും നാഷണൽ ഹൈവേ ആയാലും മലയോര റോഡായാലും നമ്മളെ തോടുകളായാലും എല്ലാം അങ്ങനെ നമ്മുടെ കേരളത്തിൻ്റെ വികസനത്തിന് വലിയ രൂപത്തിലേക്കുള്ള സംഭാവന നൽകിയിട്ട് കിഫ്ബിക്കെതിരായിക്കൊണ്ട് രാഷ്ട്രീയമായ ആക്രമണം നടക്കുന്ന ഒരവസരമാണിപ്പോൾ. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ബഡ്ജറ്റിൽ നിന്ന് പുറത്ത് ഫണ്ട് കണ്ടെത്തിക്കൊണ്ടാണ് ഈ വികസനമൊക്കെ നടത്തിയത്. കേരളത്തിലെ 140 മണ്ഡലങ്ങളിലും കിഫ്ബി വലിയ തോതിലേക്കുള്ള വികസനം നടത്തിയിട്ടുണ്ട്. നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തത് പൊന്നാനി നിയോജക മണ്ഡലത്തിൽ നടപ്പിലാക്കിയതും പുരോഗമിക്കുന്നതുമായ ഏതാനും പ്രധാന വികസന പദ്ധതികളെക്കുറിച്ചാണ്. ഗതാഗതം, ആരോഗ്യം, വിദ്യാഭ്യാസം, കുടിവെള്ളം, മത്സ്യബന്ധനം, കായികം, സാമൂഹ്യക്ഷേമം തുടങ്ങി സമസ്ത മേഖലകളിലും വലിയ മാറ്റങ്ങൾക്കാണ് പൊന്നാനി സാക്ഷ്യം വഹിക്കുന്നത്. പൊന്നാനിയുടെ ഈ വികസന യാത്ര ഇനിയും മുന്നോട്ട് കുതിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. ഈ പദ്ധതികളെല്ലാം സമയബന്ധിതമായി പൂർത്തിയാകുകയും അതിൻ്റെ ഗുണഫലങ്ങൾ സാധാരണക്കാരിലേക്ക് എത്തുകയും ചെയ്യട്ടെ. പൊന്നാനിയുടെ ശോഭനമായ ഭാവിക്കായി നമുക്ക് കാത്തിരിക്കാം. ഇനി കോഴിക്കോട് ജില്ലയിലെ ഏലത്തൂർ മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങളെ പരിചയപ്പെടാം. വിദേശ വാണിജ്യ ബന്ധങ്ങളുടെ ചരിത്രം പേർന്ന ഓർമ്മകളുടെ കടലിരുമ്പുന്ന ഏലത്തൂർ ഇന്ന് വികസനത്തിന്റെ പുതിയ തീരങ്ങൾ തേടുകയാണ്.
ഒരു ഭാഗത്ത് പരമ്പരാഗത മത്സ്യബന്ധന മേഖലയും മറുഭാഗത്ത് വളർന്നു വരുന്ന പട്ടണ പ്രദേശങ്ങളും ഉൾക്കൊള്ളുന്ന എലത്തൂർ സവിശേഷമായ ഭൂപ്രകൃതിയും സാധ്യതകളുമുള്ള ഒരു പ്രദേശമാണ്. ദേശീയപാത കടന്നുപോകുന്ന കോരപ്പുഴയുടെ സാമീപ്യമുള്ള കോഴിക്കോട് നഗരവുമായി എളുപ്പത്തിൽ ബന്ധപ്പെടാൻ സാധിക്കുന്ന ഈ മണ്ഡലം ഗതാഗതത്തിലും വിദ്യാഭ്യാസത്തിലും ആരോഗ്യത്തിലും അടിസ്ഥാന സൗകര്യ വികസനത്തിലുമെല്ലാം വലിയ മാറ്റങ്ങൾക്ക് സാക്ഷ്യം വയ്ക്കുകയാണ്. കിഫ്ബിയുടെയും സംസ്ഥാന സർക്കാരിൻ്റെയും വിവിധ പദ്ധതികളിലൂടെ എലത്തൂർ എങ്ങനെയാണ് മാറിക്കൊണ്ടിരിക്കുന്നത്? എന്തൊക്കെയാണ് ഇവിടുത്തെ പ്രധാന വികസന മുന്നേറ്റങ്ങൾ? നമുക്ക് വിശദമായി പരിശോധിക്കാം. മണ്ഡലത്തെക്കുറിച്ച് പറയുമ്പോൾ ആദ്യം പറയേണ്ടത് ഇവിടുത്തെ ഗതാഗത രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്ന വലിയ മാറ്റങ്ങളാണ്. ഇതിൽ ഏറ്റവും പ്രധാനം ഒരുപാട് കാലത്തെ കാത്തിരിപ്പിനൊടുവിൽ യാഥാർത്ഥ്യമായ എലത്തൂർ കോരപ്പുഴ പാലത്തിന്റെ പുനർനിർമ്മാണമാണ്. ദേശീയപാത 66-ലെ പഴയ NH-17 യാത്രാ ദുരിതത്തിന് വലിയൊരളവിൽ പരിഹാരം കണ്ട പദ്ധതിയാണിത്. കാലപ്പഴക്കം ചെന്ന പഴയ പാലം പൊളിച്ചുമാറ്റി കേരള റോഡ് ഫണ്ട് ബോർഡിന് കീഴിൽ ഏകദേശം 29 കോടി രൂപ ചെലവിൽ പൂർത്തിയാക്കിയ ഈ പുതിയ പാലം കോഴിക്കോടിനെയും വടക്കൻ ജില്ലകളെയും ബന്ധിപ്പിക്കുന്നതിൽ നിർണായകമാണ്. സുരക്ഷിതമായ വേഗതയേറിയ യാത്ര ഇത് ഉറപ്പാക്കുന്നു. എലത്തൂർ നിവാസികൾക്കും ഈ വഴി കടന്നു പോകുന്ന 10,000-കണക്കിന് യാത്രക്കാർക്കും ഇത് നൽകുന്ന ആശ്വാസം വളരെ വലുതാണ്. തീരദേശ മേഖലയുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ടുള്ള കോസ്റ്റൽ ഹൈവേ പദ്ധതിയുടെ ഭാഗമായുള്ള പ്രവർത്തനങ്ങളും എലത്തൂരിന് മുതൽക്കൂട്ടാണ്. പുതിയങ്ങാടി ഹാർബർ മുതൽ പുതിയ നിരത്ത് വരെയുള്ള തീരദേശ പാതയുടെ നിർമ്മാണം KRFBയുടെ നേതൃത്വത്തിൽ ഏകദേശം 2 കോടി രൂപയുടെ പ്രാരംഭഘട്ടം പുരോഗമിക്കുന്നു. കൂടാതെ ഫ്രാൻസിസ് റോഡ് ജംഗ്ഷൻ മുതൽ പുതിയങ്ങാടി വരെയുള്ള തീരദേശ ഹൈവേയുടെ ഭാഗവും ലിങ്ക് L9 to L10 ഓഫ് നാറ്റ്പാക് കിഫ്ബിയുടെ പരിഗണനയിലുണ്ട്. ഈ പാതകൾ പൂർത്തിയാകുന്നതോടെ എലത്തൂരിന്റെ തീരദേശ ഗ്രാമങ്ങൾക്ക് പുത്തൻ ഉണർവേകും. മത്സ്യബന്ധന മേഖലയ്ക്കും ടൂറിസത്തിനും ഇത് വലിയ സാധ്യതകൾ തുറന്നു തരും. കോഴിക്കോട് നഗരത്തെയും മലയോര മേഖലയെയും ബന്ധിപ്പിക്കുന്ന പ്രധാന പാതകളിലൊന്നായ കോഴിക്കോട് ബാലുശ്ശേരി റോഡിന്റെ നവീകരണവും എലത്തൂർ മണ്ഡലത്തിന്റെ ചില ഭാഗങ്ങളിലെ യാത്രക്കാർക്ക് ഏറെ പ്രയോജനകരമാണ്. റോഡ് ഇൻഫ്രാസ്ട്രക്ചർ കമ്പനി കേരള ലിമിറ്റഡിന്റെ നേതൃത്വത്തിൽ ഏകദേശം 153 കോടി രൂപയോളം ചെലവിട്ട് പൂർത്തിയാക്കുന്ന ഈ റോഡ് മികച്ച യാത്രാ സൗകര്യം ഉറപ്പാക്കുന്നു. സമീപ പഞ്ചായത്തായ കുറുവട്ടൂരിലെ പുനൂർ പുഴയ്ക്ക് കുറുകെയുള്ള റെഗുലേറ്റർ കം ബ്രിഡ്ജ് നിർമ്മാണവും KIIDC ഏകദേശം 28 കോടി പൂർത്തിയാകുമ്പോൾ അത് എലത്തൂരിനും സമീപ പ്രദേശത്തിലെ ഗതാഗതത്തിനും ജലസേചനത്തിനും ഗുണകരമാകും. ഇനി നമുക്ക് വിദ്യാഭ്യാസ രംഗത്തേക്ക് വരാം. ഏതൊരു നാടിന്റെയും ഭാവി നിർണ്ണയിക്കുന്നത് അവിടുത്തെ വിദ്യാഭ്യാസ നിലവാരമാണ്. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി ഓരോ മണ്ഡലത്തിലും ഒരു സ്കൂൾ നവീകരിക്കുന്ന പദ്ധതി പ്രകാരം എലത്തൂർ മണ്ഡലത്തിലെ ഒരു സർക്കാർ സ്കൂളും അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തപ്പെട്ടു. കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ വഴി നടപ്പിലാക്കിയ ഈ പദ്ധതിയിലൂടെ ജില്ലാതലത്തിൽ ഏകദേശം 25 കോടി മികച്ച ക്ലാസ് മുറികൾ, ലാബുകൾ, ലൈബ്രറികൾ, ഡിജിറ്റൽ പഠന സൗകര്യങ്ങൾ എന്നിവയെല്ലാം ഈ സ്കൂളിൽ യാഥാർത്ഥ്യമായി. ഇത് നമ്മുടെ കുട്ടികൾക്ക് മികച്ച പഠനാന്തരീക്ഷം നൽകുന്നു. കൂടാതെ കോഴിക്കോട് ജില്ലയിലെ സ്കൂളുകളെ ക്ലസ്റ്ററുകളായി തിരിച്ച് കില, ഇൻകൽ, കൈറ്റ് തുടങ്ങിയ ഏജൻസികൾ നടത്തുന്ന നവീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായുള്ള പ്രയോജനങ്ങളും എലത്തൂർ മണ്ഡലത്തിലെ മറ്റ് സ്കൂളുകൾക്കും ലഭിക്കുന്നുണ്ട്. തീരദേശ മേഖലയിലെ കുട്ടികളുടെ വിദ്യാഭ്യാസ പുരോഗതിക്കായി ഫിഷറീസ് വകുപ്പ് KSCADC വഴി നടപ്പിലാക്കുന്ന വിദ്യാഭ്യാസ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികളും ജില്ലാതലത്തിൽ ഫേസ് 1 5 കോടി എലത്തൂരിലെ തീരദേശ വിദ്യാർത്ഥികൾക്ക് ഗുണകരമാണ്. ആരോഗ്യ സംരക്ഷണം ഒരു നാടിന്റെ അടിസ്ഥാന ആവശ്യമാണ്. സംസ്ഥാന സർക്കാർ കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ ലിമിറ്റഡ് വഴി നടപ്പിലാക്കുന്ന എല്ലാ നിയോജക മണ്ഡലങ്ങളിലും 10 കിടക്കകളുള്ള ഐസൊലേഷൻ വാർഡുകൾ നിർമ്മിക്കുന്ന പദ്ധതി സംസ്ഥാന തലത്തിൽ 236 കോടി രൂപ,
എലത്തൂർ മണ്ഡലത്തിലെ ജനങ്ങൾക്കും സുരക്ഷ ഉറപ്പാക്കുന്നു. മണ്ഡലത്തിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലോ അല്ലെങ്കിൽ സമീപത്തുള്ള പ്രധാന ആശുപത്രികളിലോ സ്ഥാപിക്കുന്ന ഈ സൗകര്യം കോവിഡ് പോലുള്ള പകർച്ചവ്യാധികളെയും മറ്റ് അടിയന്തര ആരോഗ്യ സാഹചര്യങ്ങളെയും നേരിടാൻ പ്രാദേശിക തലത്തിൽ തന്നെ നമ്മെ സജ്ജരാക്കുന്നു. ഇത് ആരോഗ്യരംഗത്തെ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ വലിയൊരു കാൽവെപ്പാണ്. എലത്തൂരിന്റെയും കോഴിക്കോടിന്റെയും ഭാവി വികസനത്തിൽ ശ്രദ്ധേയമാവുന്ന ചില പദ്ധതികളും പരിഗണനയിലുണ്ട്. കോഴിക്കോട് കനാൽ സിറ്റി പ്രൊജക്ട് അതിലൊന്നാണ്. നിലവിൽ മൂല്യനിർണ്ണയ ഘട്ടത്തിലുള്ള ഈ പദ്ധതി കനോലി കനാലിന്റെ നവീകരണവും അതുവഴിയുള്ള ജലഗതാഗത സാധ്യതകളും ലക്ഷ്യമിടുന്നു. കനാൽ കടന്നുപോകുന്ന പ്രദേശമെന്ന നിലയിൽ ഈ പദ്ധതി യാഥാർത്ഥ്യമായാൽ എലത്തൂരിനും അതിന്റെ പ്രയോജനം ലഭിച്ചേക്കാം. അതുപോലെ കേരള ഡെവലപ്മെന്റ് ആൻഡ് ഇന്നോവേഷൻ സ്ട്രാറ്റജിക് കൗൺസിൽ നടപ്പിലാക്കുന്ന വർക്ക് നിയർ ഹോം പദ്ധതിയുടെ ഭാഗമായുള്ള നൈപുണ്യ വികസന കേന്ദ്രങ്ങളും മറ്റും സംസ്ഥാന തലത്തിൽ 27.5 കോടി എലത്തൂരിലെ യുവതീ-യുവാക്കൾക്ക് പുതിയ തൊഴിൽ സാധ്യതകൾ തുറന്നു നൽകാൻ സഹായിക്കും. പ്രാദേശികമായി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക എന്നത് ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. നമ്മൾ കേട്ടത് എലത്തൂർ നിയോജക മണ്ഡലത്തിൽ വിവിധ സർക്കാർ ഏജൻസികളുടെയും കിഫ്ബിയുടെയും സഹായത്തോടെ നടപ്പിലാക്കുന്ന വികസന പ്രവർത്തനങ്ങളുടെ ഒരു നേർചിത്രമാണ്. ഗതാഗത രംഗത്തെ കുതിച്ചുചാട്ടം, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ നവീകരണം, ആരോഗ്യരംഗത്തെ കരുതൽ, തീരദേശ വികസനത്തിനുള്ള ഊന്നൽ, ഭാവിയിലേക്കുള്ള സ്വപ്ന പദ്ധതികൾ ഇവയെല്ലാം ചേർന്നാണ് ഇന്നത്തെ എലത്തൂരിനെ രൂപപ്പെടുത്തുന്നത്. എൻ്റെ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളമാണെങ്കിൽ 220 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് എലത്തൂർ മണ്ഡലത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ 28 കോടി രൂപ ചെലവഴിച്ച് കോരപ്പുഴ പാലം അതിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കുകയും ജനങ്ങൾ അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയുമാണ്. പൂളക്കടവ് പാലത്തിന് 30 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. ഹയർ സെക്കൻഡറി സ്കൂളുകളിന് 5 കോടി രൂപ, മറ്റൊരു ഹൈസ്കൂളിന് 3 കോടി രൂപ, പറമ്പിൽ ഗവൺമെൻറ് ഹയർ സ്കൂളിന് 3 കോടി രൂപ തുടങ്ങി സ്കൂളുകളുടെയും പാലങ്ങളുടെയും വികസനത്തിന് വേണ്ടി അനുവദിച്ച തുകയോടൊപ്പം തന്നെയാണ് കോഴിക്കോട് ബാലുശ്ശേരി റോഡിൽ 151 കോടി രൂപ ചെലവഴിച്ച് ഒരു ആധുനിക രീതിയിലുള്ള റോഡ് നിർമ്മിക്കുന്നതിനുള്ള അനുവാദം ലഭിച്ചിട്ടുള്ളത്. ഇത് സംബന്ധിച്ച 19(1) പ്രകാരമുള്ള നോട്ടിഫിക്കേഷൻ ഈ ആഴ്ച തന്നെ പുറപ്പെടുവിക്കാൻ കഴിയുമെന്നാണ് ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുള്ളത്. അങ്ങനെ മണ്ഡലാടിസ്ഥാനത്തിലായാലും വകുപ്പടിസ്ഥാനത്തിലായാലും സംസ്ഥാനത്തിൻ്റെ ആകെയുള്ള സ്ഥിതി പരിശോധിച്ചാലും വികസന കുതിപ്പിൻ്റെ ചാലകശക്തിയായി പ്രവർത്തിക്കാൻ കിഫ്ബിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നത് വളരെ അഭിമാനപൂർവ്വം നമുക്ക് ഓർമ്മിക്കാൻ കഴിയും. കേരളത്തിൻ്റെ വികസന പ്രക്രിയയിൽ കിഫ്ബി വഹിച്ച പങ്ക് എല്ലാ കാലത്തും ഓർമ്മിക്കപ്പെടും എന്നാണ് ഞാൻ കരുതുന്നത്. അതിൻ്റെ പുറകിലും മുമ്പിലുമായി പ്രവർത്തിക്കുന്ന മുഴുവൻ ആളുകളെയും ഈ ഘട്ടത്തിൽ അഭിവാദ്യം ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എലത്തൂരിലെ ഓരോ പൗരനും ഈ മാറ്റങ്ങൾ അനുഭവിച്ചറിയുന്നുണ്ട്. ഗതാഗത കുരുക്കിൽപ്പെടാതെ ലക്ഷ്യസ്ഥലത്ത് എത്താൻ കഴിയുമ്പോൾ, മികച്ച സൗകര്യങ്ങളുള്ള സ്കൂളിലേക്ക് സന്തോഷത്തോടെ പോകുന്ന കുട്ടിയെ കാണുമ്പോൾ, അടിയന്തര ചികിത്സയ്ക്ക് തൊട്ടടുത്ത സൗകര്യമുണ്ടെന്നറിയുമ്പോൾ, തീരദേശത്തു കൂടി സുഗമമായ യാത്ര ചെയ്യാൻ സാധിക്കുമ്പോൾ, അപ്പോഴാണ് ഈ കോടിക്കണക്കിന് രൂപയുടെ പദ്ധതിക്ക് അർത്ഥമുണ്ടാകുന്നത്. പൂർത്തിയായ പദ്ധതികൾ നാടിന് സമർപ്പിക്കപ്പെടുമ്പോൾ തന്നെ പുതിയ ആവശ്യങ്ങൾ തിരിച്ചറിഞ്ഞ് പുതിയ പദ്ധതികൾക്ക് രൂപം നൽകുന്നു. തീരദേശ ഹൈവേയുടെ തുടർ നിർമ്മാണവും കനാൽ സിറ്റി പോലുള്ള വലിയ പദ്ധതികളും ഈ തുടർച്ചയുടെ ഭാഗമാണ്. എലത്തൂർ മണ്ഡലം വികസനത്തിന്റെ കാര്യത്തിൽ ഒട്ടും പിന്നോട്ടല്ല എന്ന് ഈ പദ്ധതികൾ സാക്ഷ്യപ്പെടുത്തുന്നു. തീരദേശ മേഖലയുടെ പ്രത്യേകതകൾ മനസ്സിലാക്കിയുള്ള വികസന കാഴ്ചപ്പാടാണ് ഇവിടെ പ്രതിഫലിക്കുന്നത്. എലത്തൂർ നിയോജക മണ്ഡലം വികസനത്തിന്റെ പാതയിൽ ഏറെ ദൂരം മുന്നോട്ട് പോയി കഴിഞ്ഞു. ഇനിയും ഏറെ ദൂരം മുന്നോട്ട് പോകാനുണ്ട്. പൂർത്തിയായ പദ്ധതികളുടെ ഗുണഫലങ്ങൾ ജനങ്ങൾ പൂർണ്ണമായി അനുഭവിക്കട്ടെ എന്നും പുരോഗമിക്കുന്നവ സമയബന്ധിതമായി യാഥാർത്ഥ്യമാകട്ടെ എന്നും നമുക്ക് പ്രത്യാശിക്കാം. എലത്തൂരിന്റെ സമഗ്ര വികസനത്തിനായി നമുക്ക് കാതോർക്കാം. വികസന വേദിയിൽ വിജയ കേരളം എന്ന പ്രോഗ്രാമിന്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റു മണ്ഡലങ്ങളിലെ വികസനങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം.